ഒരു 3 മാസം കൊണ്ട് നമുക്ക് സ്പെസിഫിക്കലി എടുത്ത് പറയാനുണ്ടായിട്ടുള്ളത് കേരള വിരുദ്ധത സമീപനത്തിൽ. പക്ഷെ അവരിപ്പോഴും അവരുടെ ദേശീയതയും അവരുടെ നാഷണലിസവും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമ്മാതിരിയുള്ള കാര്യങ്ങളെ മുഴുവനും പ്രതിരോധിച്ച് മുന്നേറുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തു, പല പ്രചരണമൊക്കെ നല്ല രീതിയിൽ നടത്താൻ മുന്നണികൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവരായിട്ട് തന്നെ മുഹമ്മദ് റിയാസിന്റെ ചരിത്രം വീണ്ടും പഠിക്കാനും ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേശീയപാത 66 ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രമുഖരും ഇവിടെ എത്തുന്നുണ്ട്. ഈവൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് പോലും ഒരു കസേര അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണെങ്കിൽ കസേര ഇല്ലാത്ത സ്ഥലത്ത് വരെ തലേ ദിവസം പോയി രാത്രി തന്നെ കസേര ഉറപ്പിക്കുന്ന ആളാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും ഒരു സീറ്റുള്ള സ്ഥലത്താണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി. പ്രത്യേകിച്ച് കേരളത്തിലെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കി ഒരു ഇലക്ഷൻ അടുപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം ഫലകത്തിൽ പോലും പേര് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തെ ക്ഷണിക്കാനുള്ള ഒരു മിനിമം മര്യാദ പോലും കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായും അപലപനീയം തന്നെയാണ്. അപ്പോൾ അതിനെ തുടർന്നുള്ള ചർച്ചകളാണിപ്പോൾ. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത വന്നതോടുകൂടി കേരളം ഒന്നാകെ BJP-ക്ക് എതിരായിക്കൊണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഞങ്ങളുടെ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം മാത്രമല്ല, അദ്ദേഹം ഈ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൂടിയാണ് പൊതുമരാമത്ത്. അങ്ങനെ ഒരാളെ അവിടെ എത്തിക്കാത്ത, അവരെ ക്ഷണിക്കാത്തത് മോശമായി പോയി എന്ന് പറയാനുള്ളൊരു ആർജവം കാണിക്കുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ ചർച്ചകളെ നോക്കാമെന്ന് നിശ്ചയിച്ച്? എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും അത് ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് അതിനെ ഇമോഷണലി നമ്മൾ കാണുന്നത് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നമ്മളുടെ വകുപ്പ് വളരെയധികം എഫേർട്ട് എടുത്ത് ഇപ്പം പറയുന്ന പോലെ എന്താ പറയുക, ഇപ്പം ഏറ്റവും കൂടുതൽ എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട് ഈ നാഷണൽ ഹൈവേയുടെ പൂർത്തീകരണത്തിന് വേണ്ടി. നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാണ് ഈ ഒരു നിർമ്മാണം വന്നിട്ടുള്ളത്. അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലുള്ളൊരു കാര്യം വരുമ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ വിളിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ്. പ്രത്യേകിച്ചും അതിന് പകരം അത്ര കണ്ട് സ്ഥാനം വേദിയിൽ കൊടുക്കേണ്ടാത്ത പലരും വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് മന്ത്രിയെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അവിടെ മന്ത്രിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്നാണ് BJP ചോദിക്കുന്നത്. നിങ്ങൾ രണ്ടും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. ഇത് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ്. അവിടെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിക്കും കേരള സർക്കാരിനും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് അതിൽ കേരളം എടുത്ത എഫോർട്ടിൽ മുൻനിർത്തി തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ, കേരള ഗവൺമെൻറ് ഇത്രയധികം തുക ചെലവഴിച്ച് ചെയ്ത ഒരു പദ്ധതി വേറെയില്ല. 5580 കോടി അങ്ങനെ എന്തോ ആണ് അത്. ഓക്കെ, അത് നമ്മളെ സംബന്ധിച്ച് വലിയ തുകയാണ്. പല രീതിയിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലും ഒരു സപ്പോർട്ടും തരാതെ അങ്ങനെയാണ് ഇത് UDF സർക്കാരിന്റെ കാലത്ത് നിർത്തിവെച്ചത് പോലും. ആ സമയത്ത് സ്ഥലം ഏറ്റെടുത്ത് അതെ, ആ ഉദ്ഘാടനം ചെയ്ത ഓഫീസ് പൂട്ടിപ്പോയതിനു ശേഷം LDF സർക്കാർ 2016 വരുന്നു. പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ പ്രാധാന്യത്തോടെ പറയുന്നു. അതിനുവേണ്ടി ശക്തമായി മുൻപോട്ട് പോവുകയാണ്. അവിടെയാണ് ഈ തുക ചെലവഴിച്ച് സ്ഥലം ഏറ്റെടുത്ത് പല പ്രതിസന്ധികളും നേരിട്ട് അതിജീവിച്ച് ഏറ്റെടുത്ത് ചെയ്തൊരു സ്ഥലം. അതിൽ പൊതുമരാമത്ത് വകുപ്പാണ് പകുതിയോളം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിപ്പോൾ മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ മറ്റൊരാൾ, അയാൾ അവിടെ വേണം. അവിടെ അയാൾക്കുള്ള പ്രാധാന്യം അത്രത്തോളമുണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കേണ്ടത് കേരളം അതിനെ, ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തത് ആ മനസ്സോടെയാണ് എന്നുള്ളതാണ്. എന്ത് വിഷയം വന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് നിലപാടുണ്ട്, ഐക്യമുണ്ട് എന്ന് പറയുന്നത് ഈ വിഷയത്തിലും നമ്മൾ കണ്ടു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് വെറുമൊരു എന്ന് തന്നെ പറയണം. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിക്കുന്നുണ്ടെങ്കിൽ മറ്റ് പാർട്ടികളുടെ കൂടി സ്ഥാനത്തിരിക്കുന്നവരെ ക്ഷണിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മരുമോൻ എന്നുള്ളൊരു പദം കൊണ്ട് അയാൾ എനിക്ക് തോന്നുന്നു അതെ വളരെ ചെറുതാക്കി കളഞ്ഞു. അതുമാത്രമല്ല, ഈ മരുമോൻ എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഒരു മരുമോനാണ്. ഒരു മരുമോൻ എന്നുള്ള രീതിയിൽ ഇയാളുടെ പെർഫോമൻസ് കൂടി നമ്മൾ കാണണം. ഈ BPL-ന്റെ സ്ഥാപകനായിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛൻ എന്ന് പറയുന്നത്. അയാളുടെ മകളെ കല്യാണം കഴിച്ച ശേഷം
ആ കമ്പനി തന്നെ കുളം തോണ്ടി അവസാനം അദ്ദേഹത്തെ നരകിച്ചാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. അയാളിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് JDU-ന് കർണാടകയിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് ഒരു സീറ്റ് അദ്ദേഹം മേടിക്കുന്നത്. പിന്നീട് 2018 BJP-യിലേക്ക് വരുന്നു. അവിടെ ഒന്നും തന്നെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ഈ AC മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു സമരം പോലും നയിക്കാതെ, ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ, പോലീസിന്റെ അടി കൊള്ളാതെ അങ്ങനെ എളുപ്പത്തിലൊരു സീറ്റ് കിട്ടി BJP-യിലേക്ക് വന്ന ആളാണ്. ഇത്രയധികം സമരത്തിന്റെ ഭാഗമായിട്ടുള്ള SFI കാലം തൊട്ടേ ഇത്രത്തോളം യുവജനങ്ങൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടി നിന്ന ഒരാളാണ് മുഹമ്മദ് റിയാസ്. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം. അദ്ദേഹം സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ ഭാഗമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റാണ്. 9ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി. അതുപോലെ ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം 1ാം വർഷ പ്രീ ഡിഗ്രി പ്രതിനിധിയാണ്. 1994 ഫറൂഖ് കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റായി, പിന്നീട് സെക്രട്ടറി ആയി. 96 അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. അതുപോലെ DYFIയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റായി, അതിനുശേഷം അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയി, പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റായി. അതുപോലെ CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമായി. പിന്നീട് ബേപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 28,747 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിക്കുന്നത്. അപ്പൊ ഇത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് കേവലം മരുമകൻ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ അപമാനിക്കുന്നത്. അതെ, ഈ മുഹമ്മദ് റിയാസ് SFIയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം രാജീവ് ചന്ദ്രശേഖർ അപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മരുമകൻ അമ്മായിയച്ഛൻ എന്നൊക്കെ ഉള്ള ആ ഒരു ബോക്സിലേക്ക് അങ്ങ് ഒതുക്കുമ്പോഴത്തേക്കും മേ ബി അധികം ചിന്താശേഷിയില്ലാത്ത അനുയായികൾക്ക് സംസാരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു പദമായിരിക്കും എന്നും കൂടെ കരുതിയിട്ടാണോ പുള്ളി ഇങ്ങനെ സ്വന്തം കാര്യം മറന്നുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതാണ് അത്ഭുതപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ പ്രതികരണം ചോദിക്കുമ്പം എടുത്തുപോയി പറയുന്നത് മുഖ്യമന്ത്രിയെ വിളിച്ചു, മുഖ്യമന്ത്രിയുടെ മരുമോനെ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്കെന്ന്. അവിടെ സ്റ്റേറ്റിലൊരു മന്ത്രിയാണ്, അദ്ദേഹത്തെ വെറും ഒരു മരുമോനാക്കി ചുരുക്കുന്നു. ഇതിന് മുൻപും BJP നേതാക്കൾ ഇതേ വാചകങ്ങൾ, പ്രത്യേകിച്ച് അതെ അമ്മായിയപ്പൻ മരുമോൻ പ്രയോഗങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർ അതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് രീതിയിലാണ് പല ഘട്ടങ്ങളിലും അതെല്ലാം ചീറ്റി പോകുന്നുണ്ട്. പറയുന്ന സന്ദർഭങ്ങളെല്ലാം ഒരിക്കലും യോജിക്കാത്ത ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ പറയുന്നു, അതിനെതിരെ അപ്പോൾ തന്നെ മറുപടി ജനങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതാണ്. ഈ മരുമോൻ അമ്മായിയപ്പൻ വ്യക്തി അധിക്ഷേപം രൂക്ഷമായി തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഈ രീതിയിലുള്ള വാചകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് വരുന്ന സമയങ്ങളിൽ മുഹമ്മദ് റിയാസിന്റെ പേര് മുഹമ്മദ് റിയാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭാഷണം നടന്നതായിട്ട് വാർത്തകൾ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വലിയ, പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലത്തെ ഒരു വിഷയമായിട്ടുണ്ട് അന്നും ആ ഒരു സംഭവം. പക്ഷെ ഇതിനകത്ത് അങ്ങനെ അല്ലല്ലോ. ഇതിനകത്ത് നേരിട്ട് എനിക്ക് തോന്നുന്നു നോഡൽ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെയാണ്. മാത്രമല്ല വൈദ്യുതി മന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഒരു പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കുന്നത്? പ്രത്യേകിച്ച് ഇതിന്റെ ഒരു റീച്ച് കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലമായ ബേപ്പൂരിലൂടെ കൂടിയാണ്. പിന്നെ ഇതില് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് നിരന്തരം മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത വ്യക്തി മുഹമ്മദ് റിയാസാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രാധാന്യം അതാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി അഭിനന്ദിച്ചിട്ടുണ്ട് ഈ നാഷണൽ ദേശീയപാത വികസനം മികച്ച രീതിയിൽ മുൻപോട്ട് പോകുന്ന കാര്യത്തിൽ. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെറും യോജിക്കാത്ത അല്ലെങ്കിൽ വെറും ചെറിയൊരു കാര്യത്തിന് വിഷയം പറഞ്ഞ് നമുക്ക് പുച്ഛം തോന്നുന്ന രീതിയിലുള്ള നിസ്സാരവത്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കാര്യം പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈ പാത, അതായത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴീ പറഞ്ഞ വേദിയിൽ ഞെളിഞ്ഞിരിക്കുന്ന ആൾക്കാരും മറ്റുള്ളവരെ കൊച്ചാക്കി പറയുന്നവരും ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് കേട്ടോ. എന്താണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തി പോകാമെന്ന് വിചാരിക്കുന്നു. ഈ ദേശീയപാത വികസനം 30 മീറ്റർ വീതിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിതിൻ ഗഡ്കരി, അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ്, പാർട്ടിയുടെ BJP പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനാണ്. രണ്ടാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്, ഈ ഇതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് 2018 കേന്ദ്രത്തിൽ കത്തെഴുതിയിട്ടുള്ള BJP കേരള പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ ശ്രീധരൻപിള്ളയാണ്. പിന്നെ ദേശീയപാത വികസനത്തിനെതിരെ നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി ആനയിച്ച് കീഴാറ്റൂരിൽ സമരം നടത്തിയ ആളാണ് കുമ്മനം രാജശേഖരൻ. അതിൻ്റെ കൂടിയ ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ MP സുരേഷ് ഗോപി കേട്ടോ. പിന്നെ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സക്സസ്ഫുള്ളി സാധിച്ചാൽ പിണറായി വിജയനെ
മികച്ച ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യത്തെ അംഗീകരിക്കാന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നു ഇന്നലെ മുതൽ വീണ്ടും റീഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ്? നമ്മുടെ കെ സുരേന്ദ്രൻ പറഞ്ഞ സാധനങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പം അല്ലെങ്കിൽ നടന്നിട്ട് ഇതിനെല്ലാം അതിജീവിച്ച ഒരു ടീമും ആ ടീമിലെ പ്രധാനപ്പെട്ട 2 വ്യക്തികളെയുമാണ് അമ്മായച്ചനും മരുമോനും എന്ന് പറഞ്ഞ് ഇവരെ അധിക്ഷേപിക്കുന്നതെന്ന് പറയുമ്പം ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇതിനുള്ളതെന്ന് ഓർക്കുമ്പോൾ ആൾക്കാരെ ഓർക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനിടെ നടന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ 3-4 വർഷം എന്ന് പറഞ്ഞ പോലെയല്ല, ഇത്രയും കാര്യങ്ങൾ. നമ്മൾ ഒരു പാർട്ടിയുടെ കാര്യം മാത്രമേ പറയുന്നത് നിലവിൽ. ഇത്രയും കാര്യങ്ങൾ തന്നെ അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് പുറത്തേക്ക് വന്ന പലപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കോൺഗ്രസ്സുകാർ പദ്ധതി നടത്താൻ നോക്കിയ സമയത്ത് അന്ന് സമരം നയിച്ചവരല്ലേ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തില് പാർട്ടിക്കാരെ കളിയാക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ഭൂ ഉടമകൾക്കൊന്നും തന്നെ വേണ്ടത്ര നഷ്ടപരിഹാരം നൽകിയിരുന്നില്ല. ആ പ്രശ്നത്തിനെതിരെയാണ് അന്ന് CPM പ്രതികരിച്ചിരുന്നത്, സമരം നടത്തിയിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തുകൊണ്ടാണ് ഇവിടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ആദ്യം എല്ലാ പദ്ധതി വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും ജനങ്ങൾക്ക് ഒരു ആശങ്ക വരും, എന്താകും എങ്ങനെയാകും. കാരണം മുൻകാല ചരിത്രം വെച്ചിട്ടായിരിക്കുമല്ലോ അവർ അതിനെയൊക്കെ വിലയിരുത്തുന്നത്. പക്ഷേ ഇത് തുടങ്ങി സർക്കാർ തന്നെ ആത്മവിശ്വാസം അവർക്ക് നൽകുന്നു, അവർക്ക് അനുയോജ്യമായ തുക നൽകും എന്ന് ബോധ്യപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടത് അവരെ അറിയിക്കുന്നു. പിന്നീട് ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു, അവർ വിശ്വസിച്ചു. കൂടെ നിന്ന് നമ്മൾ കണ്ടു ഈ സമരങ്ങൾ പ്രതിപക്ഷം നടത്തുമ്പോഴൊക്കെ വികസനത്തിന് മുൻപന്തിൽ നിന്നത് ജനങ്ങളാണ്, ആ നാട്ടുകാരാണ്. അവർക്ക് അതിന്റെ ഗുണം ലഭിക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതിനനുസരിച്ച് തന്നെ അവർ ഒപ്പം നിന്നുകൊണ്ട് തന്നെ അവസാനം ഇത് പൂർത്തീകരിക്കും വരെ കൂടെ നിന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. BJPയുടെ കേരള വിരുദ്ധത എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഈ റീസെന്റ് പാസ്റ്റിൽ തന്നെ നടന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അതാ ഞാൻ പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് നമുക്ക് സ്പെസിഫിക്കലി എടുത്ത് പറയാൻ ഉണ്ടായിട്ടുള്ളത് കേരള വിരുദ്ധത സമീപനത്തിൽ. പക്ഷെ അവരിപ്പോഴും അവരുടെ ദേശീയതയും അവരുടെ നാഷണലിസവും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമ്മാതിരിയുള്ള കാര്യങ്ങളെ മുഴുവനും പ്രതിരോധിച്ച് മുന്നേറുന്നത്. അപ്പം ഈ ഒരു വിഷയം വരുമ്പോഴും അവർ പറയുന്നതെന്ന് വെച്ചാൽ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ പല ചർച്ചകളിലും സംസാരിക്കുമ്പോൾ പറയേണ്ടത് പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ്, പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. പക്ഷേ ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സാധനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രധാനമന്ത്രിയുടെ ഓഫീസും കൂടെ ചേർന്ന് പുറത്തിറക്കുന്ന, അതായത് അവരുടെ ഒരു എന്താ പറയുക, ഒരു നിരീക്ഷണത്തിന് കീഴിൽ പുറത്തു വരുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് 100% പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഇതിനെപ്പറ്റി അറിവില്ലാത്ത ഒരാളല്ല സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ. അപ്പോൾ പുള്ളി അറിയാണ്ടാണ് ഇദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതെന്ന് പറയുമ്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവരിനി പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പോലെ വന്ദേ ഭാരതിൻ്റെ സമയത്തും ഇപ്പോഴും ഇങ്ങനെ ഒരു നീക്കം നടന്നത് ഒരു പക്ഷേ നമ്മളൊക്കെ ഭയക്കുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു പേരുകൊണ്ടാണോ എന്ന് വരെ ആൾക്കാർ അതിന് നമ്മൾ ഒരു കാര്യമുള്ളത്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തു, പല പ്രചരണമൊക്കെ നല്ല രീതിയിൽ നടത്താൻ മുന്നണികൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവരായിട്ട് തന്നെ മുഹമ്മദ് റിയാസിന്റെ ചരിത്രം വീണ്ടും പഠിക്കാനും വായിക്കാനും ജനങ്ങൾക്ക് അവസരം നൽകിയെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, വന്ന വഴി എല്ലാം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ നന്നായി. ഈ ദേശീയപാത വികസനം കേൾക്കുമ്പോൾ പൊതുവിൽ ആൾക്കാരൊക്കെ വിചാരിക്കുമോ ഇതെന്തോ കേന്ദ്ര ബജറ്റിൽ നിന്ന് പൈസ പാസ്സാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും നയാ പൈസ ഇവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിനൊരു എഫേർട്ട് എത്രത്തോളം, ഏകദേശം 6000 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്ര സ്പീഡായിട്ട് ഭൂമി ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനം. അപ്പൊ ഈ ക്രെഡിറ്റ് എല്ലാം കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ ആളുകൾ ഒന്നുകൂടി മനസ്സിലാക്കാനും നമുക്ക് അതൊക്കെ ഒന്നുകൂടി പറയാനും കൂടിയുള്ള ഒരു വേദി കൂടി BJP-കാരുണ്ടാക്കി തന്നു എന്ന് പറയാം. മരുമോൻ എന്ന് പറയുമ്പം, മരുമോൻ എന്ന് പറയുന്ന പദത്തിന് തന്നെ എന്തൊക്കെ തരത്തിൽ വേണമെങ്കിലും നമുക്ക് അതിനെ അർത്ഥവ്യാപ്തി കൊടുക്കാമെന്നുള്ളതും കൂടെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ ഈ കേരളത്തിലുള്ള അവഗണന എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു വാർത്ത, ഗുജറാത്തിൽ ദേശീയപാതയ്ക്ക് ഇതുവരെ 47,236 കോടിയാണ് അനുവദിച്ചിട്ടുള്ളത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ. അവിടെയാണ് നമുക്ക് ഒന്നും തരാതെ ഇരിക്കുകയും ഈ തുക സർക്കാർ ഏറ്റെടുത്ത് 5380 കോടിയോളം രൂപ എടുത്ത് അതിന്റെ വർക്ക് മുൻപോട്ട് കൊണ്ടുപോയി. ചെറിയ സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലയളവ് നമ്മൾ എത്രത്തോളം ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അഭിമാനം.